ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ പാരൻസിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്കറിയില്ല, അതേപോലെ എത്ര പേരും ഇത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുമെന്ന് എനിക്കറിയില്ല. നമ്മൾ പാരൻസ് എപ്പോഴെങ്കിലും നമ്മളെ മക്കളോട് ചോദിച്ചിട്ടുണ്ടാവില്ലേ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? അപ്പോൾ അവരൊരു ആൻസർ തന്നിട്ടുണ്ടാവും. ഉപ്പ, ഉമ്മ, അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, ഏതെങ്കിലും ഒരാളെ പേര് പറയും. ഇതിലൊന്നും പെടാതെ ചില മക്കൾ മുത്തശ്ശി, മുത്തശ്ശൻ, അല്ലെങ്കിൽ ഉപ്പപ്പ, ഉമ്മമ്മ അങ്ങനെയൊക്കെ പറയും. ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കറിയാം നമ്മളെ മക്കൾ അവരായിട്ട് ഏറ്റവും കൂടുതൽ സിങ്കായിട്ടുള്ള ആൾക്കാരായിരിക്കും അവർ ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക. നമ്മൾ ഓരോ പാരൻസിൻ്റെയും ജീവിത സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതായിരിക്കും. ചിലർ ജോയിൻറ്റ് ഫാമിലി ആയിട്ട് ജീവിക്കുന്നവരായിരിക്കും, ചിലർ വേറെ താമസിച്ചിട്ടുണ്ടാവും, മക്കളും നമ്മളും മാത്രം അടങ്ങുന്ന കുടുംബമായിട്ട്. അതിൽ തന്നെ പാരൻസ് രണ്ടുപേരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജോലിക്ക് പോകുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ ഒരാൾ ഹൗസ് വൈഫും മറ്റൊരാൾ വർക്കിന് പോകുന്നതായിരിക്കും. പിന്നെ ചില ഹസ്ബൻഡ് നാട്ടിലല്ലാതെ ഗൾഫിലായിരിക്കും. ഇവിടെ നമ്മൾ അമ്മമാരെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഉമ്മമാരെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, അവർ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ്, പിന്നെ യൂണിഫോം, സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ യൂണിഫോം കാര്യങ്ങൾ അതൊക്കെ എടുത്ത് വെച്ച്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നുണ്ടാവുക, ജോലിക്ക് പോകുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആയിക്കോട്ടെ, അവർക്ക് വേണ്ട എല്ലാ കാര്യവും ചെയ്തു കൊടുത്ത്, നമ്മളിപ്പോൾ ഈവൻ ഭക്ഷണം പോലും അവർ വായിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ ആയിരിക്കും ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യുന്നുണ്ടാവുക. എന്നിട്ടും എന്ത് ചെയ്യുന്നില്ല, നമ്മളെ മക്കൾ നമ്മളെ ചൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ ഉപ്പമാരെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, രാവിലെ മക്കൾ എണീക്കുന്നതിൻ്റെ മുമ്പേ ജോലിക്ക് പോകും, മക്കൾ ഉറങ്ങിക്കഴിഞ്ഞാലായിരിക്കും ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നുണ്ടാവുക. ഗൾഫിലൊക്കെ ഉപ്പമാരാണെങ്കിൽ അവരെന്ത് ചെയ്യും, വർഷത്തിലൊരിക്കലായിരിക്കും കാണുന്നുണ്ടാവുക. അവരാണെങ്കിൽ മക്കൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മേടിച്ചു കൊടുക്കുന്നുണ്ട്, ടോയ്സ് ആയിക്കോട്ടെ, ഡ്രസ്സ് ആയിക്കോട്ടെ, എല്ലാം മേടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും അവർ നമ്മളെ ചൂസ് ചെയ്യുന്നില്ല. ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നല്ല, അവർക്കൊപ്പം എത്ര ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു എന്നാണ്. അവർക്ക് അതാ വേണ്ടത്. ചെറിയ മക്കളായിക്കോട്ടെ, അല്ലെ സ്കൂളിൽ വിട്ടിരുന്ന മക്കളായിക്കോട്ടെ, അവർ പറയുന്ന കാര്യങ്ങൾ, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, കേൾക്കാൻ ശ്രമിക്കുക, അവരോടൊപ്പം കളിക്കാൻ ശ്രമിക്കുക. എന്ത് വലിയ ജോലി തിരക്കാണെങ്കിലും മാക്സിമം ടൈം അവർക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ നോക്കുക. പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമുക്ക് ഇടയിൽ ഫൈറ്റൊക്കെ ഉണ്ടാവും. ഈ ഫൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ മക്കളെ മുമ്പിൽ വെച്ചിട്ട് മാക്സിമം ചെയ്യാതിരിക്കുക. നമ്മളെ കുട്ടികളെ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒന്നാണ്. എല്ലാ കാര്യവും അവർ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ മോശം അവസ്ഥ അവരെ മെമ്മറിയിൽ കൊടുക്കാതിരിക്കുക. നല്ല നല്ല ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് മാത്രം അവരെ മെമ്മറിയിൽ ഫീഡ് ചെയ്യാൻ നോക്കുക. നമ്മളെ മക്കൾ സ്കൂളൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് അവരെ ഫ്രണ്ട്സ് ഇങ്ങനെ പറയുന്നു, എന്നെ ഇന്ന് എൻ്റെ ഉപ്പ ഉമ്മ പുറത്തൊക്കെ കൊണ്ടുപോയി, ഐസ്ക്രീം മേടിച്ചു തന്നു, പിന്നെ അവരെന്നെ അവിടെ കൊണ്ടുപോയി, അവരെന്നെ ഇവിടെ കൊണ്ടുപോയി, പിന്നെ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളെ മക്കൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നുമല്ലല്ലോ, എൻ്റെ ഉപ്പയമ്മ ഇങ്ങനെയൊന്നുമല്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മ ഇങ്ങനെയൊന്നുമല്ലല്ലോ, അവരെപ്പോഴും വഴക്കാണല്ലോ, അവരൊരുമിച്ച് എവിടെയും വരുന്ന കണ്ടില്ലല്ലോ എൻ്റെ ഒപ്പം, അല്ലെ എൻ്റെ ഒപ്പം കളിക്കുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ അവർ ചിന്തിക്കും. ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മളെ മക്കൾ എന്ത് ചെയ്യും, നമ്മളോടൊരു ഡിസ്റ്റൻറ്റ് കീപ്പ് ചെയ്യും. അവരോട് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരോട് ഏറ്റവും കൂടുതൽ കളിക്കുന്ന വേറൊരാളെ അവർ എന്ത് ചെയ്യും, ചൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ പാരൻസ് മാക്സിമം ഒരുമിച്ച് തന്നെ, ഉപ്പയായിക്കോട്ടെ ഉമ്മയായിക്കോട്ടെ, രണ്ടുപേരും ഒരുമിച്ച് എന്ത് ചെയ്യുക, നമ്മളെ മക്കളൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അവർക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കുക. അവർക്ക് തോന്നണം എൻ്റെ ഉപ്പ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ അമ്മയായിരിക്കണം ബെസ്റ്റ്. നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ജോലി തിരക്ക് അവർക്കൊരു സ്ട്രെസ്സായിട്ട് കൊടുക്കാതിരിക്കുക. അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മളെ മക്കളെ ഹാപ്പി ആയിട്ട് കീപ്പ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.